لتبلغن في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور ലതുബ്ലവുന്ന തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് ഫീ അംവാലിക്കും നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെടുന്നതാണ് വഅൻഫുസിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും നിങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ് വമിനല്ലദീന അശ്റകൂ ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നതാണ് അദൻ കസീറാ ധാരാളം ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരുന്നതാണ് വഇൻ തസ്ബിറൂ അപ്പോൾ നിങ്ങൾ സഹനത മുറുകെ പിടിച്ചാൽ വതത്തഖൂ നിങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങിയാൽ فإن ذلك من عزم الأمور അത് അടിയുറപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാകുന്നു. ഭൗതിക ജീവിതം മറിമായങ്ങളുടെയും അവസ്ഥാമാറ്റങ്ങളുടെയും ഒരു കേന്ദ്രമാണ് എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിനു ശേഷം ഭൗതിക ജീവിതത്തിന്റെ അർത്ഥമില്ലാത്ത ഒരവസ്ഥയെ അല്ലാഹു തആല ഈ ആയത്തിൽ വിവരിക്കുകയാണ്. അർത്ഥമില്ലാത്ത അവസ്ഥകളാണെങ്കിലും സാധാരണക്കാരായ അടിമകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അടിതെറ്റാനും ചുവട് പിഴയ്ക്കാനും സാധ്യതയുള്ള കാര്യമായതുകൊണ്ട് അല്ലാഹു വളരെ പ്രാധാന്യത്തോടെ ആ കാര്യം ഉണർത്തുകയാണ്. ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വഅൻഫുസിക്കും പരലോകത്തെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്ന സത്യവിശ്വാസിയായ പതിക സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റി സൽസ്വഭാവത്തോടെ ജീവിതയാത്ര നടത്തുന്ന ദാസി, നീ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിലും ശരീരത്തിന്റെ വിഷയത്തിലും ധാരാളം പരീക്ഷണമുണ്ടാകുന്നതാണ്. ഈ ലോകം തന്നെ പരീക്ഷണമാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ലോക ജീവിതം പരീക്ഷാ കേന്ദ്രമാണ്. മത്സര ബുദ്ധിയോടെ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട കാര്യമാണ്. ഇവിടത്തെ പരീക്ഷാ വിഷയങ്ങൾ എന്തെല്ലാമാണെന്നറിയാമോ? ഒന്ന്, നിങ്ങൾ സാമ്പത്തികമായി പരീക്ഷിക്കപ്പെടും. ഒരു ഭാഗത്ത് ചിലർക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കുകയില്ല, അവർ പട്ടിണിയിലായിരിക്കും. ആഹാരമില്ല, പാനീയമില്ല, വസ്ത്രമില്ല, വീടില്ല. അവരെ അങ്ങനെ അല്ലാഹു പരീക്ഷിക്കും. മറുഭാഗത്ത് ചിലർക്ക് അല്ലാഹു സമ്പത്ത് കൊടുക്കും, എന്നിട്ട് ധാരാളം കടമകൾ ബന്ധിപ്പിക്കും. സകാത്ത് കൊടുക്കും, സദഖ കൊടുക്കും, ഹദിയ കൊടുക്കും, ആവശ്യക്കാരെ സഹായിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇത്രമാത്രം ദാനധർമ്മത്തെ പറ്റി പറഞ്ഞു.
അത്യാവശ്യം കഴിഞ്ഞുള്ള ഒരു സമ്പത്തിനും ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി എന്ന് സഹാബാക്കൾ പറയുന്നു. ഈ രീതിയിൽ പരീക്ഷിക്കും. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. 2, നിങ്ങളുടെ ശരീരത്തിൽ പരീക്ഷണം ഉണ്ടാകും, ശരീരത്തിൽ പരീക്ഷിക്കപ്പെടും. അത് 2 രീതിയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് അല്ലാഹു തആല ശാരീരിക ശേഷിയിൽ പലതും കൊടുക്കുകയില്ല. രോഗങ്ങൾ, കൈകാലുകളുടെ ബുദ്ധിമുട്ട്, കണ്ണിന്റെ ബുദ്ധിമുട്ട്, മൂക്കിന്റെ ബുദ്ധിമുട്ട്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഹാർട്ടിന്റെ ബുദ്ധിമുട്ട്, കിഡ്നിയുടെ ബുദ്ധിമുട്ട്. അല്ലാഹുവിനോട് നമ്മൾ കാവൽ തേടണം. ആരും ആഗ്രഹിക്കരുത്, അതിനുവേണ്ടി പരിശ്രമിക്കരുത്. പരീക്ഷണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനങ്ങ് ചാടാൻ പോവുകയാണ്. ഇല്ല, നിങ്ങൾ ആരും ബുദ്ധിമുട്ടിനെ ആഗ്രഹിക്കരുത്. അല്ലാഹുവിനോട് സൗഖ്യം തേടുകയും കഴിവിന്റെ പരമാവധി അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ആരോഗ്യ സംരക്ഷണം ഇസ്ലാമിന്റെ പ്രധാന തത്വമാണ്. പക്ഷെ അതിനോടുകൂടി അല്ലാഹുവിന് ഏതെങ്കിലും ദാസന് ബുദ്ധിമുട്ട് വന്നു, അപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഒരു കൂട്ടം ആളുകൾക്ക് അല്ലാഹു ശാരീരികമായി ഈ നിലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. വേറൊരു കൂട്ടം ആളുകൾക്ക് നമ്മളെല്ലാം അതിൽ പെടുത്താൻ കഴിയും. അല്ലാഹു നമുക്ക് നന്ദി തരുമാറാകട്ടെ. നല്ല ശരീരം, നല്ല കയ്യ്, നല്ല കാല്, നല്ല കാത്, നല്ല വയറ് എല്ലാം അല്ലാഹു നൽകും. എന്നിട്ട് കടമകൾ കൽപ്പിക്കും. മര്യാദയ്ക്ക് നമസ്കരിക്കും, സേവന സഹായങ്ങൾ ചെയ്യും. അല്ലാഹു നൽകിയ കണ്ണുകൊണ്ട് നല്ല കാര്യങ്ങൾ കാണും, കാതുകൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കും, നാവുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയും, കൈകൊണ്ട് സേവന സഹായങ്ങൾ ചെയ്യും. അസ്സാഇ അലൽ അർബിലത്തി വൽ മിസ്കീൻ, അനാഥർക്ക് വേണ്ടിയും വിധവകൾക്ക് വേണ്ടിയും നടക്കും. അങ്ങനെയുള്ളവർക്ക് ജിഹാദിന്റെ കൂലി കിട്ടുന്നതാണ്, രാത്രി നമസ്കരിക്കുന്നതിന് കൂലി കിട്ടുന്നതാണ്, പകലിൽ നോമ്പ് പിടിക്കുന്നതിന് കൂലി കിട്ടുന്നതാണ്. അല്ലാഹു കൽപ്പനകൾ ഏൽപ്പിക്കും. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിനും ശരീരത്തിനും നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. തീർച്ച പരീക്ഷിക്കും. ലതുബ്ലവുന്ന, 2 നിർബന്ധമുണ്ട്. തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും, നിങ്ങളുടെ ശരീരത്തിനും സമ്പത്തിനും. 3ാമത്തെ ഒരു പരീക്ഷണം ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയ ആയത്തായിരിക്കാം. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ജീവൽ ഗ്രന്ഥമാണ്. നടക്കുന്ന കാര്യങ്ങളിലേക്കാണ് വഴിവെളിച്ചം നൽകുന്നത്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. മാനസികമായി നിങ്ങൾ പരീക്ഷിക്കപ്പെടും, സാമ്പത്തികമായി പരീക്ഷിക്കപ്പെടും, ശാരീരികമായി പരീക്ഷിക്കപ്പെടും, മാനസികമായി പരീക്ഷിക്കപ്പെടും. വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. പലപ്പോഴും അത് 2 വിഭാഗം ആളുകൾ. ശത്രുതയ്ക്ക് സാധ്യതയില്ലാത്തവരിൽ നിന്നും വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, നമ്മളെ അറിയാവുന്ന കുടുംബക്കാരിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, സ്വന്തം സമുദായത്തിൽ നിന്നും. അതാ പറയുന്നത്, വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ഉപദ്രവങ്ങൾ കേൾക്കേണ്ടി വരും. അവരുടെ വേദവും പരിശുദ്ധ ഖുർആനും തുറന്നു വയ്ക്കും. സത്യവിശ്വാസം വേണം, ഇവിടെ പറയുന്നു അവിടെയും പറയുന്നു. സൽക്കർമ്മങ്ങൾ വേണം, ഇവിടെയും പറയുന്നു അവിടെയും പറയുന്നു. സൽസ്വഭാവം വേണം, ഇവിടെയും പറയുന്നു അവിടെയും പറയുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുണോദയം
തങ്ങളുടെ അനുഗ്രഹീത ജീവിത സന്ദേശം, അവസാനം മദീന മണ്ണിലുള്ള വിശ്രമം, ഇതെല്ലാം പറയപ്പെട്ടിരിക്കുന്നു ബൈബിളിൽ, ഹൈന്ദവ സഹോദരങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ. മാനവികതയുടെ പ്രവാചകന്റെ അവസാനത്തെ അധ്യായം വായിക്കൽ അത്ഭുതം വരും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യപ്രവാചകന്റെ മാതാവിന്റെ പേര് സുമതി എന്നായിരിക്കും, ആമിന എന്നായിരിക്കും. അതുപോലെ തന്നെ 313 പേരുമായി വലിയൊരു പോരാട്ടം നടക്കും ബദർ യുദ്ധം. 10,000 പേരുമായി സജ്ജമായി മക്കയിലേക്ക് വരും. മക്ക വിജയം മുഴുവനും പറയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ യാഥാർത്ഥ്യം നന്നായിട്ടറിയാം ഇവിടെ കുറെ ആളുകൾക്ക്, എന്നിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നു. അവർ ഈ നാടിനോട് വലിയ കൂറ് കാണിച്ചവരാണ്. അപ്പുറത്തെ പാകിസ്ഥാൻ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടും അവരവിടെ പോകാതെ തള്ളിക്കളഞ്ഞിവിടെ നിൽക്കുകയാണ്. എന്നിട്ടും അവർ രാജ്യസ്നേഹം സംശയിക്കപ്പെടുന്നു. وَلَتَسْمَعُنَّ مِنَ الَّذِينَ أُوتُوا الْكِتَابَ مِنْ قَبْلِكُمْ وَمِنَ الَّذِينَ أَشْرَكُوا أَذًى كَثِيرًا. 2, നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ പരിശ്രമിക്കാതെ നിങ്ങളുടെ അന്ധമായി എതിർക്കുന്ന ആളുകൾ, ബഹുദൈവാരാധകർ, കണ്ണു തുറന്ന് നോക്കുകയില്ല ബാപ്പയെ, ഉമ്മയെ, അയൽവാസിയെ, കുടുംബക്കാരനെ, എന്നിട്ട് ചുമ്മാതെ എതിർക്കും. ബഹുദൈവാരാധകർ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. കണ്ണും കാതും അടച്ച് സത്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ. അവരും നിങ്ങൾക്ക് ധാരാളം ദ്രോഹപരമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. എപ്പോഴും കുറ്റം, എപ്പോഴും നിന്ദിക്കൽ, എപ്പോഴും പരിഹസിക്കൽ. ഖുർആൻ ജീവിക്കുന്ന ഗ്രന്ഥം. എന്ത് ചെയ്യണം പടച്ചവനെ? തിരിച്ചടിക്കണോ അതേ രീതിയിൽ? നാവ് ചൊറിഞ്ഞു കയറും. ഇല്ല, നിങ്ങൾ സഞ്ചരിക്കണം നബിമാരുടെ മാർഗത്തിൽ. നിങ്ങൾ സഹനത മുറുകെ പിടിച്ച് മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. സബർ, ഇടികൊണ്ടോണ്ടിരിക്കുക എന്നർത്ഥം വെക്കും. അതല്ല അർത്ഥം. മനസ്സിനെ നിയന്ത്രിച്ച് സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കണം. നമസ്കാരം വേണ്ട, നമസ്കരിക്കും, ഉറച്ചു നിൽക്കും. ഈമാൻ വേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സംഗീതമാക്കിക്കൊണ്ട് ഈമാനിൽ ഉറച്ചു നിൽക്കും. വെറും നിൽക്കുക മാത്രമല്ല, സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങും. ഒരു കാല് ബ്രേക്കിന്റെ മോഡിൽ വെക്കും, മറ്റേ കാല് ആക്സിലേറ്ററിൽ വെച്ച് വണ്ടി മുമ്പോട്ട് സ്വച്ഛന്തമായി സഞ്ചരിക്കും. ആരെയും ഇടിക്കുകയില്ല, ആരോട് തിരിച്ച് മറുപടിയില്ല, ആരെയും ആക്രമിക്കുകയില്ല. വളരെ സ്വച്ഛന്തമായി മുന്നോട്ട്. കവി പാടുന്നു, ഒരു സത്യവിശ്വാസി എന്നാൽ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു നീർച്ചാലാണ്. മുകളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി ഒരു പാറ വന്ന് നിൽക്കും, വലത്തുകൂടി പോകും. തൊട്ടപ്പുറത്ത് വേറെ പാറ എടുത്തുകൂടി വരും, പിന്നെ അടുത്ത പാറ അതിലേക്ക് കൂടെ പോകും. നീർച്ചാൽ യഥാർത്ഥ സ്ഥാനത്തേക്ക് ഗമിക്കുകയാണ്. ഇതുപോലെ സത്യവിശ്വാസിക്ക് ജോലിയുണ്ട്. റോഡിൽ കിടന്ന് കലമ്പാനുള്ളവരല്ല, വാട്സപ്പ് ഉപയോഗിച്ച് ചീത്ത വിളിക്കാനുള്ളവരല്ല, ഉരുടക്കുപ്പേരി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും അവരുടെ ദൈവങ്ങളെയും ആരാധനാ കാര്യങ്ങളെയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യേണ്ടവരല്ല. വേറെ ജോലിയുണ്ട്. ഇത്മാമ തൗഹീദ് കാ കാം ഹേ ബാക്കി. ലോകം മുഴുവൻ ഈമാനിന്റെ പ്രകാശം നിറയ്ക്കേണ്ട വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ സഹനത മുറുകെ പിടിച്ച് സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും അത് ഉന്നത മരക്കരത്തിന്റെ കാര്യമാണ്. പതറാത്ത പാദത്തിന്റെയും ചിതറാത്ത ചിത്തത്തിന്റെയും അടയാളമാണ്. മഹാന്മാരായ നബിമാരുടെ ഗുണങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ
അവസാനം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മഹാന്മാരുടെ സരണിയാണ്. അതുകൊണ്ട് ഇതാണ് മറുപടി, ഇതാണ് പരിഹാരം, ഇതാണ് രക്ഷാമാർഗം, ഇതാണ് പ്രശ്നത്തിന്റെ പരിഹാരം. വഇൻ തസ്ബിറു വതത്തഖൂ, അല്ലാഹു നമുക്ക് ഈ രണ്ട് ഗുണങ്ങൾ നൽകുമാറാകട്ടെ. ഈ സൂറത്ത് മുഴുവനും ഈ രണ്ട് ഗുണങ്ങളെ പറ്റിയാണ് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഉറച്ചു നിൽക്കും ദീനിൽ, ഏത് സാഹചര്യത്തിലും ഇൽമിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കും. സാഹചര്യങ്ങൾ മാറി വരും, മഴ വരും, വേനൽ വരും, തണുപ്പ് വരും, ചൂട് വരും, ഉറച്ചു നിൽക്കുന്ന ഇൽമിന്റെ വഴിയിൽ. അവിടെ നിന്നാണ് ഇമാം ബുഖാരിയുടെ പുഷ്പം വിടരുന്നത്, ഇമാം മുസ്ലിമിന്റെ സുഗന്ധം പടരുന്നത്. അവിടെ നിന്നുമാണ് മൗലാന മുഹമ്മദ് ഖാസിം നാനൂത്തവിയും വലിയ വലിയ മഹാത്മാക്കളൊക്കെ ഉദയം ചെയ്യുന്നത്. ഉറച്ചു നിൽക്കും നന്മയിൽ, എന്നിട്ട് രണ്ട് സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങി. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.